ഞാൻ പൂജപ്പുര ശ്രീകുമാർ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ താമസിച്ചിരുന്ന ആ വാടക വീട്ടിൽ പ്രേതമുണ്ടെന്നും പ്രേതശല്യമുണ്ടെന്നും ആ 4 മാസം ഞാൻ അറിഞ്ഞിട്ടേയില്ല. ആ 4 മാസം എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്ന് ഞാൻ ഓരോ കണ്ണ് അറിയുമോ, അതിന് ശേഷമാണ് ഓരോ കാഴ്ചകൾ എന്നെ വല്ലാതെ അലട്ടുന്നത്. ഒരു പോറ്റിയുണ്ട്, പൊറിഞ്ചു എന്ന് പറയും, പൊറിഞ്ചു പോറ്റി. ഒരു വയസ്സായ നല്ലൊരു മനുഷ്യൻ, അടുത്തുള്ള ആളാണ്. അദ്ദേഹം ഒരു ദിവസം എന്നെ കാണാൻ പോന്നു. അദ്ദേഹം പറഞ്ഞ കുറേ കഥകൾ, ഇവിടെ താമസിച്ചിരുന്ന രശ്മി എന്ന സ്ത്രീ ഭർത്താവുമായി പിണങ്ങിയ കാര്യങ്ങളും അതെല്ലാം ഈ പൊറിഞ്ചുവാണ് എന്നെ ഞങ്ങൾ പോറ്റിയെന്നാണ്. കാരണം പ്രായമുള്ള ആളല്ലേ, ഞാൻ വിളിച്ചു പോറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ കിടക്കുന്ന മുറിയിലാണല്ലോ ഇവൾ രശ്മി കൈ ഞരമ്പ് മുറിച്ച് മരണത്തെ സ്വീകരിച്ചത്. കാരണം അവർ പറഞ്ഞൊരു വാചകം, അവരുടെ തൊലിപ്പുറത്തുനിന്ന് സെറോസ് ബാധിച്ചപ്പോൾ ഭർത്താവിന് അവരെ വേണ്ടാതെയായി. അപ്പോൾ അവർ വെച്ചത് എൻ്റെ തൊലിയാണല്ലോ എൻ്റെ ഭർത്താവിന് ഇതുവരെ ഇഷ്ടമായിരുന്നത്, എന്നെയല്ല എൻ്റെ ഭർത്താവ് ഇഷ്ടപ്പെട്ടിരുന്നത്, എൻ്റെ തൊലിയെ. ആ തൊലിയൊന്ന് മങ്ങിയപ്പോൾ, ആ തൊലിയിൽ അസുഖം ബാധിച്ചപ്പോൾ ഭർത്താവിന് എന്നെ വേണ്ടതാകുന്നുള്ള വിഷമം ഈ രശ്മിയെ വല്ലാത്ത അലട്ടി. ആ വിഷമമാവാം, ഡോക്ടർ പറഞ്ഞത്രേ ഈ അസുഖം കംപ്ലീറ്റ് മാറുമെന്ന് എന്ന് പറഞ്ഞിട്ടും കൂടി ഒരു മഴയുള്ള രാത്രി ഭർത്താവ് അന്യ സ്ത്രീയെ തേടിപ്പോയ സമയത്ത് അവർ ബ്ലേഡ് കൊണ്ട് തൻ്റെ തൊലി മൊത്തം പൊന്തിക്കീറി. തൊലി മുഴുവൻ അവർ കീറി. കിടക്കുന്ന മുറിയിൽ രക്തം തളം കെട്ടിക്കിടന്നു. അവസാനം കൈഞ്ഞരമ്പ് മുറിച്ച് അവർ മരിച്ചു. രാവിലെ വന്ന ആൾക്കാരെ കണ്ടത്, കാരണം മുകളിൽ നിന്നും പൈപ്പ് വെള്ളം പുറത്തേക്ക് പോകുന്ന വെള്ളം പോണ പൈപ്പിൽ, ആ ചെറിയ പൈപ്പിൽ കൂടി രക്തം പുറത്തേക്ക് പങ്കിട്ടിട്ടാണ് ആൾക്കാർ ഓടിക്കൂടിയത്. ഈ പൊറിഞ്ചു പോറ്റിയും കൂടെ കയറി പോലീസ് വന്നു. അപ്പോൾ ആ മുറിക്കകത്ത് തൊലി മൊത്തം, കയ്യിലെയും മുഖത്തെയും മാറിടത്ത് തൊലി മൊത്തം കീറി. മുറിയിലോ രക്തം തളം കെട്ടി കിടക്കുന്ന മുറി ഇദ്ദേഹം കണ്ടു ഈ പൊറിഞ്ചു. പിന്നെ 3 വർഷം ആ വീട് പൂട്ടിക്കിടന്നത്. കൂടെ രാത്രികളിൽ കൈഞ്ഞരമ്പ് മുറിച്ച് തൊലി കയറുമുണ്ടാവുന്ന വേദനയുടെ ഒരു അലറിയ വിളി എല്ലാവരും കേൾക്കുമത്രേ. ഒരു രാത്രി ഞാൻ കിടന്ന സമയത്തിന് അടുത്ത വീട്ടിൽ പൊറിഞ്ചുവിൻ്റെ വീട്ടിലൊക്കെ ഇവിടെ നിന്നുള്ള അലർച്ച ദയനീയ വിളി കേട്ടത്രേ. വിളി കേട്ടും കൊണ്ട് എന്നെ ഒരു വിളിച്ചു ഫോണിൽ. ഞാൻ നല്ല ഉറക്കമായി, 2-2:30 മണിയാവും, നല്ല ഉറക്കം. ഞാൻ ആദ്യം എടുത്തില്ല ഫോൺ, കാരണം അത്ര ഗാഢ ഉറക്കമായിരുന്നു.